അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ മാസം അവസാനിച്ചു കഴിയുമ്പോൾ ലോക മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന മഹനീയമായ ഇബാദത്താണ് അവരുടെ ഈദുൽ ഫിത്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷം. അതിന്റെ മുന്നോടിയായി മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഒരു സക്കാത്താണ്. ധനത്തിന്റെ സക്കാത്ത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് ഒരു ധനം ഒരാളിൽ ഇത്ര പരിധി എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത്ര ശതമാനം മറ്റുള്ളവർക്ക് നൽകണം എന്നതാണ് ധനത്തിന്റെ സക്കാത്ത്. ഇത് ധനത്തിന്റെ സക്കാത്തല്ല, സക്കാത്തുൽ ഫിത്ർ എന്നറിയപ്പെടുന്ന നോമ്പ് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതല്ലെങ്കിൽ അതിനോടനുബന്ധമായി വരുന്ന ഒരു സക്കാത്ത്. അത് എല്ലാ ആളുകൾക്കും കൊടുത്തേ പറ്റൂ. അതിൽ പാവപ്പാവനെന്നോ പണക്കാരനെന്നോ ഏറ്റവ്യത്യാസമൊന്നുമില്ല. ഇസ്ലാം അതിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്ര മാത്രമാണ്: പെരുന്നാളിന്റെ അന്നത്തെ രാത്രിയും ആ പെരുന്നാളിന്റെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ തോതിലുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ആരുടെയൊക്കെ കയ്യിലുണ്ടോ അത് കഴിക്കാൻ നിശ്ചയമുള്ള എല്ലാവരും സക്കാത്ത് കൊടുക്കണം. പെരുന്നാൾ രാത്രിയുടെയും പെരുന്നാളിന്റെ അന്നത്തെയും ചിലവിനുള്ള ആഹാരത്തിനുള്ള വക കഴിച്ച് മിച്ചമുള്ളവർ ലോകത്താരാണതില്ലാതിനാൽ വളരെ അപൂർവമായി ധാരാളം നമ്മുടെ കൂട്ടത്തിലൊക്കെ അത് വളരെ കുറവായിരിക്കും. അപ്പൊ എല്ലാവരും സക്കാത്ത് കൊടുക്കണം. എല്ലാവർക്കും നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സക്കരിന്റെ ഉംറ, ആണാവട്ടെ പെണ്ണാവട്ടെ, സഗീരിന്റെ കബീർ, ചെറിയവർക്കും വലിയവർക്കും എല്ലാ ആളുകൾക്കും എല്ലാവർക്കും നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യത്തെയും മുഖ്യ ആഹാരം എന്താണോ അതാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. ഒരു രാജ്യത്തുള്ള മുഖ്യ ആഹാരം എന്താണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ നാടുകളിൽ പ്രധാനപ്പെട്ട ആഹാരം അരി തന്നെയാണ്. അതുകൊണ്ട് അരി അതെത്രയാണ് നൽകേണ്ടത്? ഒരു സ്വാണ് നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലകാലങ്ങളിലുള്ള ആ കണക്ക് ഇന്നത്തേക്ക് നമ്മൾ അത് മാറ്റി പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ 2 കിലോഗ്രാമിൽ അല്പം കൂടുതൽ വരും. 2 കിലോഗ്രാമിൽ അല്പം കൂടുതൽ വരുന്ന ധാന്യമാണ്, ഭക്ഷണ പദാർത്ഥമാണ്, ആഹാരമാണ്, അതല്ലെങ്കിൽ ധാന്യമാണ് ഓരോരുത്തരും അവരവരുടേതായ സക്കാത്തായി കൊണ്ട് നൽകേണ്ടത്. അത് എപ്പോഴാണ് നൽകേണ്ടത്? അതിന്റെ അവസാന ചാൻസ് പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പാണ്. നിസ്കാരത്തിന്റെ മുമ്പ് അതാത് കൊടുത്തു വീട്ടുന്നുവോ അത് മാത്രമാണ് സ്വീകാര്യോഗ്യമായ ഫിത്ർ സക്കാത്തായി കണക്കാക്കപ്പെടുക. ആരെങ്കിലും അതിന്റെ ശേഷമാണ് കൊടുത്തതെങ്കിലോ അത് കേവലം ഒരു ധർമ്മമായി മാറുകയുള്ളൂ. നിങ്ങളുടെ ഫിത്ർ സക്കാത്തിന്റെ കടം വീടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഓർത്തേക്കുക, എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ നോമ്പിൽ സംഭവിച്ചിട്ടുള്ള പാലിച്ച് അറിയാതെ വന്നുപോയിട്ടുള്ള പിഴവുകൾക്ക് പരിഹാരമെന്ന നിലക്കും അതുപോലെ തന്നെ പാവങ്ങളായ ആളുകൾക്ക് ആഹാരം ലഭ്യമാകുവാനുള്ള ഒരു വഴി എന്ന നിലക്കും അല്ലാഹു ആഗ്രഹിച്ചു തന്നിട്ടുള്ള കാര്യമാകുന്നു. അത് ആർക്ക് എപ്പോഴൊക്കെ കൊടുക്കാം? ഇസ്ലാം പഠിപ്പിച്ച നിയമമനുസരിച്ച് 2 ദിവസം മുമ്പ് വരെ നൽകാം. പെരുന്നാളിന് 2 ദിവസം മുമ്പ് വരെ നൽകാം. അപ്പോൾ പലരും പല സ്ഥലങ്ങളിലും ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സംവിധാനമുള്ളപ്പോൾ ആളുകൾ സംശയം ഉണ്ടാകുമ്പോൾ 1 ആഴ്ച മുമ്പ് ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് 5 ദിവസം മുമ്പൊക്കെ എങ്ങനെ കൊടുക്കാം? നമ്മൾ 4 ദിവസം 3 ദിവസം മുമ്പ് 5 ദിവസം മുമ്പൊക്കെ കൊടുക്കുന്നത് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ളവർക്കല്ല. ഫിത്ർ സക്കാത്ത് സമയമായാൽ അതിന്റേതായ അവകാശങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ട നിലക്ക് ആ സമയമായ നിങ്ങളത് നിർവഹിക്കണം എന്ന നിലക്ക് ഞാൻ വേറൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ് എന്ന് കരുതിയാൽ മതി. വേറൊരാളെ ഞാൻ പൈസ ഏൽപ്പിക്കുകയാണ്. ഈ പൈസ എന്ത് ചെയ്യണം? അരി വാങ്ങിയിട്ട് അർഹതപ്പെട്ട ആളുകളിലേക്ക് വിതരണം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം സമയത്ത് എത്രയാറോട് ചെയ്യാൻ വക്കാലത്ത് ഏൽപ്പിക്കുന്ന രീതിയാണ് ഇതിൽ സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും പലരും പെരുന്നാൾക്കാരോട് കഴിഞ്ഞിട്ട് വിളിക്കലുണ്ട് കൊടുത്തിട്ടില്ലെന്ന് എന്താ ചെയ്യാം? അതിന് ഇടയുണ്ടാവരുത്. എല്ലാവരും ഗൗരവത്തോടെ മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാവർക്കും നിർബന്ധമാണ്. പെരുന്നാൾ രാവിന്റെ അന്ന് ആ രാത്രിയിൽ പ്രസവിച്ച് വീണ നവജാത ശിശുവിന്റെ പേരിൽ പോലും 2 കിലോഗ്രാം
നമ്മൾ എളുപ്പം കൊടുക്കണം. 10ഉം 60ഉം വയസ്സുള്ള കിഴവനാണെങ്കിൽ അയാൾക്ക് തന്നെ, വലിയ മുതലാളിയാണെങ്കിൽ അയാൾ വേറെ കൊടുത്താൽ മതി, പാവപ്പെട്ടവനാണെങ്കിൽ അയാൾ വേറെ കൊടുക്കണം. അതാ പറഞ്ഞത് ഇത് സമ്പത്തിന്റെ തോത് നോക്കിയിട്ടുള്ള സക്കാത്തല്ല, ആളെണ്ണം നോക്കിയിട്ടുള്ള സക്കാത്താണ്. അതിന്റേതായ നിർവഹിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈദിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകളുണ്ട്. ശവ്വാൽ കൃത്യമായത് മുതൽ ഇസ്ലാം നമുക്ക് അന്നത്തോടുകൂടെ റമളാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകും. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ആ പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി ഇസ്ലാം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെരുന്നാളിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ കുളിച്ചു. ആ കുളി സുന്നത്ത്. സുഗന്ധപ്രയോഗങ്ങൾ ഏറ്റവും ഭംഗിയുള്ള ഉള്ളതിൽ തന്റെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറപ്പെടേണ്ടത്. ഇവിടെയും ഇസ്ലാം പറഞ്ഞ അഴകുള്ള വസ്ത്രം, ഭംഗിയുള്ള വസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. പലരും ഒരു പുത്തൻ വസ്ത്രം തുന്നുന്നു, നിര്യാണിയായി താഴെ തൂങ്ങിയിട്ട് വലിച്ചു നടക്കുന്നു. നിര്യാണിയായി താഴെ തൂങ്ങിയിട്ട് വലിച്ചു നടക്കും. ഹറാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല അദ്ദത്ത ദിവസം ആഘോഷിക്കേണ്ടത്. ഹറാമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങളെന്ന് പുറത്തിറങ്ങി നടക്കും. നിഷിദ്ധമാണത്. സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ സാധ്യമല്ലെന്ന് പറയപ്പെട്ടിട്ടുള്ള വിഷയമാണത്. ഗൗരവത്തോടെ എന്റെ പ്രവാസികളെ മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ള കുടുംബമാണെങ്കിലും നിങ്ങളുടെ നാടുകളിലുള്ള കുടുംബമാണെങ്കിലും ഇപ്പോൾ ശൈത്താന് സന്തോഷമുള്ള വേഷങ്ങളാണ് അറിയണമെന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങളും വായിച്ചു കാണും. ഒന്നും ഉടുത്തിട്ടില്ലെന്ന് തോന്നുന്ന നിലക്കുള്ള ലഗിൻസ്, അതാണ് ഞാനിന്റെ ഏറ്റവും ഈ ആധുനിക കാലഘട്ടത്തിലെ വസ്ത്രം. ഒരു പെണ്ണിനെ നോക്കിയാൽ അവരുടെ കാല് മാറിയാൽ ഒന്നും ധരിച്ചിട്ടില്ലാതെ ഒന്ന് ദൂരം നോക്കിയാൽ അത്ര ഇറുകിയ ടൈറ്റായ രൂപത്തിലുള്ള ഒരു പാന്റ് അതിങ്ങനെ ശരീരത്തോട് ഉറച്ചു നിന്ന് പിന്നെ ആ രൂപത്തിലുള്ള വസ്ത്രം, അതിനാണ് പെരുന്നാൾ പണിയിൽ മാർക്കറ്റെന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കണ്ണീരോടെ എല്ലാവരും മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കുമോ? അതിനാണ് നിങ്ങൾ പണം അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ വേഷം ധരിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ധനം ഹറാമിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള കുടുംബങ്ങളുടെയും നാട്ടിലുള്ളവരോട് നിങ്ങൾ പറയണം, ഈദിന്റെ ദിവസം ഈദ്ഗാഹിലേക്ക് പുറപ്പെടുമ്പോൾ അല്ലാഹു വെറുപ്പുള്ള നിലമുള്ള ഒരു വേഷവിധാനം കൊണ്ടും ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ പുറത്തിറങ്ങാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ